രമേശ് പിഷാരടി രചന നാരായണൻകുട്ടി എന്നല്ലേ? പാമിനെ താത്ത രാമിനെ താത്താന്നാക്കാൻ പോയി. രാ വെച്ചായാലും അവള് പറയുള്ളൂ. അതാണ്. ഇല്ല, താത്താക്ക് സ്വാഗതം. നീ ആരാടി? നിനക്ക് എന്തെങ്കിലും കഴിവുണ്ടാ? നീ എന്ത് കലാകാരിയാന്നാ നീ പറയണേ? നിന്നെ ആ തുപ്പ് ഞാൻ. മാല നിറ്റിയുടെയാണ്, വാച്ച് നിറ്റിയുടെയാണ്. കോമഡി ആരുടെയാ കൊണ്ടുവന്നേക്കുന്നത്? എന്റെ സ്വന്തം. അഭിപ്രായ സ്വാതന്ത്ര്യം ഇത് നമുക്ക് എല്ലാവർക്കും ഉണ്ട്. പക്ഷെ ഇത് സ്ഥാനത്തും അസ്ഥാനത്തും കയറി പ്രയോഗിച്ചാലുണ്ടല്ലോ, കേൾക്കുന്നവൻ നമ്മുടെ മൂലസ്ഥാനം ഇടിച്ചു കലക്കും. അത് ഓർത്തിട്ട് വേണം പറയാൻ. സുഹൃത്തുമായിട്ട് കുടിച്ചു മതിച്ചിടുവാ, കുറച്ചു ടച്ചിങ്സ് ഉണ്ടേലെടുത്തു താ. Once upon a time, once upon a time, once upon a time, once upon a time. ഹലോ, നമസ്കാരം. ഇത് ഫൺസ് അപ്പോൺ എ ടൈം സീസൺ 4 സ്റ്റാൻഡ് അപ്പ് ഫോർ ഗേൾസ്, മലയാളത്തിലെ ആദ്യത്തെ സ്റ്റാൻഡപ്പ് കോമഡി ഷോ. നമ്മൾ എപ്പോഴും സക്സസിനെ കുറിച്ച് ചിന്തിക്കാറുണ്ട്, പറയാറുണ്ട്, സക്സസിലേക്ക് നമ്മൾ പ്രവർത്തിക്കാറുണ്ട്. എപ്പോഴും ഈ വിജയത്തിലേക്കുള്ളൊരു ട്രാക്കിൽ നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ടത് കോൺഫിഡൻസ് ആണ്. പക്ഷെ കോൺഫിഡൻസ് മാത്രമല്ല, നമുക്ക് അത്യാവശ്യം നല്ല വിവേകം ഉണ്ടായിരിക്കണം. അപ്പോൾ വിവേകത്തോടെ ചിന്തിക്കുവാനും കോൺഫിഡൻസ് ആയിട്ട് ഇരിക്കുവാനും നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഒരു പുതുപുത്തൻ എപ്പിസോഡിൽ നമ്മളിതേ കടക്കുകയാണ്. ഏവർക്കും സ്വാഗതം. നമ്മുടെ ഷോയുടെ നിറസാന്നിധ്യങ്ങളായ നമ്മുടെ പ്രിയപ്പെട്ട ജഡ്ജസിനെ വെൽക്കം ചെയ്യുന്നു. ലെറ്റ്സ് വെൽക്കം രമേശ് പിഷാരടി ആൻഡ് ദ വെരി ഗോർജിയസ് രചന നാരായണൻകുട്ടി. യെസ്, നമ്മുടെ ജഡ്ജസ് റെഡിയാണ്. നമുക്കിനി മത്സരത്തിലേക്ക് കടക്കാം. നിർത്ത്. ഞാൻ ഇവിടെ വൈക്കോൽ തുറു പോലെ ഇരിക്കുന്നത് നീ കണ്ടില്ലേ? നീ എന്തുകൊണ്ട് എനിക്ക് സ്വാഗതം? സോറി, ഞാൻ സ്വാഗതം പറയാം. രമേശേ, ഞാൻ പേര് മാറ്റാൻ പോവാ. രമേശ് പിഷാരടി രചന നാരായണൻകുട്ടി എന്നല്ലേ? പാമിനെ താത്ത രാമിനെ താത്താന്നാക്കാൻ പോയി. രാ വെച്ചായാലും അവള് പറയുള്ളൂ. അതാണ്. ഇല്ല, താത്താക്ക് സ്വാഗതം. അല്ല, അങ്ങനെ വെറുതെ പറഞ്ഞാൽ പറ്റൂല. പിന്നെ ഇവരൊക്കെ നിങ്ങള് ഇംഗ്ലീഷൊക്കെ ചേർത്തല്ലേ പറഞ്ഞ? അപ്പൊ എന്നെ എന്താ ഇംഗ്ലീഷ് ചേർത്ത് പറയാത്തെ? ഇംഗ്ലീഷ് ചേർത്ത് പറയാം. നാമവിശേഷണങ്ങൾ ചേർക്കാനാണ്. ശരി, okay. പുകഴ്ത്തങ്ങട്. Okay, dear ladies and gentlemen, let's welcome the lady of the house, the very gorgeous, the very talented, the one and only Tata Pro Max. നീ ആരാടി? നിനക്ക് എന്തെങ്കിലും കഴിവുണ്ടാ? നീ എന്ത് കലാകാരിയാന്നാ നീ പറയണേ? നിന്നെ ആ തുപ്പ് ഞാൻ. അല്ല, നീ ആരാന്നാ? അത് മുഴുവൻ ഇംഗ്ലീഷ് നല്ല വാക്കുകളാണ് പറഞ്ഞത്. നല്ലതാണ് പറഞ്ഞത്. ഈ വീടിന്റെ ഐശ്വര്യം, ഈ വീടിന്റെ വിളക്ക്, ഈ വീട്ടിലെ ഒരേ ഒരു വിളക്കെന്ന് പറഞ്ഞിട്ട് ഇവള് വീട്ടിൽ ചെല്ലുമ്പോ മണ്ണെണ്ണ വെച്ച് കത്തിക്കോള്. കേട്ടാ, നിങ്ങൾ നിങ്ങളുടെ വീട്ടുകാര്യങ്ങൾ ഇവിടെ ഒന്ന് പറഞ്ഞു നിൽക്കില്ല, ദൈവത്തോർന്ന് കേട്ടോ. എന്റെ മാല വളക്കെ ഇട്ടോണ്ടിരുന്നിട്ട് എന്നെ നീ തന്നാന്നോ അങ്ങനെ പറയണേ? പിന്നെ ഇത് പറക്കാട്ട് വന്നേക്കണതാ. പറക്കാട്ട് ജുവൽസിലാണ്. ഞാനല്ലേ പോയി കടയിൽ നിന്ന് എടുത്തിട്ട് വന്നേ. നീ പോയി എടുത്തെന്ന് പറഞ്ഞിട്ട് നിന്റെ ആവോ അത്? വെൽക്കം. ഓക്കെ, വെൽക്കം. ചേട്ടാ, അടുത്ത പറയട്ടെ. അടുത്ത എന്തേലും പറ, നിങ്ങൾ തമ്മിൽ പറഞ്ഞു തീർക്ക്. വേറെ കോമഡി വേണ്ടെന്ന് തോന്നുന്നു ഇങ്ങനെയാണെങ്കിൽ. ഉണ്ടായിരിക്കോ? നീ പറ. ഞാൻ ആദ്യമേ പറഞ്ഞു, നമ്മുടെ ഷോയുടെ ഒരു ബിഗ്ഗസ്റ്റ് ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ മത്സരാർത്ഥികളാണ്. നമുക്ക് നമ്മുടെ ഇന്നത്തെ കണ്ടസ്റ്റന്റ്സിനെ സ്വാഗതം ചെയ്യാം. ലെറ്റ്സ് വെൽക്കം ഇന്ദു ഫ്രം കൊല്ലം ആൻഡ് അശ്വതി. ഓക്കെ, വെൽക്കം മൈ ലേഡീസ്. രണ്ടുപേർക്കും സ്വാഗതം. താങ്ക് യു. ഞാൻ കണ്ടത് എന്തൊരു അടക്കമൊതുക്കം, വിനയം, സ്ലോ മോഷനിലുള്ള വരവ്. ഇത് റഷ്യൻ പ്രസിഡന്റും അമേരിക്കൻ പ്രസിഡന്റും സാർക്ക് ഉച്ചകോടിക്ക് കണ്ട് ഷെയ്ഖാൻഡ് കൊടുത്ത പോലെയാണ് എനിക്ക് തോന്നിയത്. ബാക്കിൽ എന്താ ഡയാന കണ്ടില്ല? ബാക്കിൽ എന്തൊക്കെയാ നടന്നതെന്ന് ഭയങ്കരമായിരുന്നു. അവര് തന്ന ഏതൊക്കെയോ ആണവായുധ കരാറുകളിലൊക്കെ ഒപ്പിട്ട് ഒരുപാട് വിദേശ കാര്യങ്ങളിലൊക്കെ സഞ്ചാരം അങ്ങനെയൊക്കെ വന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. അത്രയും നന്നായിരുന്നു. പക്ഷെ ഇന്ന് ഇവര് വന്നപ്പോ ഇന്ന് മത്സരം തീ പാറാനുള്ള സാധ്യതയുണ്ട്. രണ്ടുപേര് ശക്തരാണ്. എനിക്ക് ഈ ബോക്സിംഗ് തുടങ്ങണതിന് മുമ്പ് ഷെയ്ഖാൻഡ് കൊടുക്കൂലേ? കുസ്തി മത്സരം തുടങ്ങണേ. അതായിട്ട് എനിക്ക് ഞങ്ങൾ ഗോതയിലേക്ക് ഇറങ്ങിയതാണ്.
മത്സരമാകുന്ന അല്ലെ സ്റ്റാൻഡപ്പ് മത്സരമാകുന്ന ഗോതയിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ഓക്കെ. പറഞ്ഞത് മനസ്സിലായില്ലേ, ഞങ്ങൾ ഒറിജിനൽ ബോക്സിംഗ് ആന്ന് വിചാരിച്ചേനെ. പറഞ്ഞത് നന്നായി. അതെ അതെ അതെ. ചേച്ചി എന്തുണ്ട് വിശേഷം ചേച്ചി? ചേട്ടന് സുഖമായിരിക്കുന്നോ? സുഖമായിരിക്കുന്നു. നാട്ടിൽ എന്തൊക്കെയുണ്ട് വിശേഷം? നാട്ടില് വിശേഷം പറഞ്ഞ എന്റെ ഫസ്റ്റ് എപ്പിസോഡ് ടെലികാസ്റ്റ് ആയപ്പോഴത്തേക്കിനും ഒരുപാട് പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു. വിദേശത്തുള്ള കുറച്ച് കുട്ടികളൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് ഗിഫ്റ്റ് ഒക്കെ കിട്ടി. എനിക്കൊരു ഡ്രസ്സ് കിട്ടി, പിന്നെ ഒരു മൈക്ക് കിട്ടി. അങ്ങനെ കുറെ നല്ല നല്ല കാര്യങ്ങളുണ്ടായി. സൂപ്പർ. അപ്പൊ ഇവിടെ ഇപ്പുറത്തെ ഗിഫ്റ്റ് ഒന്നും കിട്ടിയില്ല നിങ്ങൾക്ക്? പിന്നെ ഈ കോസ്റ്റ്യൂം എന്റെ ആരാധകൻ സ്പോൺസർ ചെയ്തതാണ്. പേര് രാജേഷ്, വീട്ടിലുണ്ട് എന്റെ കെട്ടിയോൻ. അത്ര കിട്ടിയോളൂ. എങ്ങനെയാണ്, എപ്പോഴും സ്പോൺസർ ചെയ്യാറുണ്ടോ വല്ലപ്പോഴും ഒക്കെയാണോ സ്പോൺസർ ചെയ്യുന്നത്? സ്പോൺസർ ചെയ്യും, പക്ഷെ 2 കണ്ടീഷൻ ഉണ്ട്. വാലന്റൈൻസ് ഡേക്ക് എന്തെങ്കിലും സ്പോൺസർ ചെയ്തോ? ഉണ്ടായിരുന്നു ഒരു മോതിരം. മോതിരം കിട്ടി? പിന്നെ ഞാൻ റീലൊക്കെ ഇട്ടങ്ങ് മരിച്ചു. അല്ല ഇങ്ങോട്ട് മാത്രം കിട്ടിയ പോരല്ലോ. അല്ല, അത് സസ്പെൻസ് ആയിട്ട് തന്നോണ്ട് ഞാൻ പ്രതീക്ഷിച്ചില്ല ഈ പിശുക്കന്റെ ഇത് ഞാനൊന്നും വാങ്ങിച്ചു വെച്ചില്ല. ശരി. അല്ല, ഡ്രസ്സ് വാങ്ങി തരുമ്പം 2 കണ്ടീഷൻ. ഒന്ന് ഞാൻ തന്നെ തയ്ക്കണം. എനിക്ക് എത്ര മീറ്റർ വേണോ അത്രേ വാങ്ങിക്കൂ, പക്ഷെ എനിക്ക് മോക്കും തയ്ക്കണം. അങ്ങനെ മാജിക്കുണ്ട് അതിനകത്തൊന്ന് മോക്കും കൂടെ തയ്ക്കണം. അതാണ് ഇതൊരു അഡ്ജസ്റ്റ്മെന്റിൽ ഇരിക്കുന്നത്. അവക്ക് ഒരു ജോഡി തയ്ച്ചിട്ടുണ്ട്. ഇതേ അളവ് ഇത് തന്നെ തയ്ച്ചിട്ടുണ്ട്. ഇത് തന്നെ തയ്ച്ചിട്ടുണ്ട്. ഇതിന്റെ കളറൊക്കെ രാജേഷ് സെലക്ട് ചെയ്തതാണോ? അല്ല, ഞാനും നമ്മുടെ ട്രിവാൻഡ്രം നിറ്റി ഇല്ലേ, നിറ്റി ഇവിടെ പങ്കെടുക്കുന്ന നമ്മുടെ വാണി ജയറാമിന്റെ ശബ്ദമൊക്കെ അനുകരിച്ച നെറ്റിയെ കുറിച്ചല്ലേ പറയുന്നത്? അയ്യോ. പിന്നെ അതും പോരാഞ്ഞ് മാല നിറ്റിയുടെയാണ്, വാച്ച് നിറ്റിയുടെയാണ്. കോമഡി ആരുടെയാ കൊണ്ടുവന്നേക്കുന്നത്? എന്റെ സ്വന്തം. ശരി, ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. മനസ്സിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് നിങ്ങൾക്കൊരു ചോദ്യമുണ്ട് താത്ത. അപ്പം 3 സിനിമയുടെ കഥകൾ ചേർത്തിട്ട് ഒറ്റ സിനിമയാക്കി പറയാണ്. അപ്പം അതിൻ്റെ കഥകൾ 3 സിനിമ ഏതൊക്കെയെന്ന് പറയണം കേട്ടോ. കുഞ്ഞുനാളിൽ കാണാതെ പോയ അളിയൻ തിരികെ വന്നെന്നറിഞ്ഞ് ഓമനക്കുട്ടൻ ഭാര്യ വീട്ടിലേക്ക് വരുന്നു. അളിയന് മുണ്ട് എക്സ്പോർട്ടിങ്ങിൻ്റെ ബിസിനസ്സാണെന്ന് തെറ്റിദ്ധരിച്ച ഓമനക്കുട്ടൻ സ്ത്രീധനത്തിൻ്റെ ബാക്കി വാങ്ങുക എന്ന ലക്ഷ്യം മനസ്സിൽ കണ്ട് വീട്ടിലെത്തിയ ദിവസം തന്നെ അളിയനെ സോപ്പിടാൻ പുറത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. എന്തിനു പറയുന്നു? സ്വന്തം മുണ്ട് നഷ്ടപ്പെട്ട ഓമനക്കുട്ടൻ പാതിരാത്രി പതുങ്ങി വീട്ടിലേക്ക് വരുന്നു. ഉമ്മറത്തുകൂടെ അയാൾ ഇഴഞ്ഞിഴഞ്ഞ് അകത്തേക്ക് പോകുമ്പോൾ മുമ്പിൽ പെട്ടെന്നൊരു രൂപം തലപൊക്കി നോക്കിയപ്പോൾ മുമ്പിൽ പട്ടാളം പുരുഷു. ചരിത്ര പ്രസിദ്ധമായ ഡയലോഗ് അയാൾ അവിടെ പറഞ്ഞു, പുരുഷു എന്നെ അനുഗ്രഹിക്കണം. പറഞ്ഞു തീർന്നതും തോക്കുകൊണ്ട് ഒറ്റയടി. അതിൽ അയാളുടെ ബോധം പോകുന്നു. ബോധം തിരിച്ചു വന്നപ്പോഴാണ് അശോകൻ തൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു എന്ന വിവരം അറിയുന്നത്. ശാരീരികവും മാനസികവുമായി തളർന്ന അശോകനെ നേപ്പാളി അപ്പൂപ്പൻ സമാധാനിപ്പിച്ചു. അവരുടെ ഉണ്ണിക്കുട്ടനെ രക്ഷിക്കാമെന്ന ദൈവദൂതനാണെന്ന് പറഞ്ഞ് അവർ അശോകനെ തണ്ണിമത്തൻ ഒറ്റവെട്ടിന് 4 കഷ്ണമാക്കുന്ന അടക്കം കുറെ അടവുകൾ പഠിപ്പിക്കുന്നു. ഒടുവിൽ അയാൾ അടവുകൾ പയറ്റി ഉണ്ണിക്കുട്ടനെയും കൊണ്ട് രക്ഷിച്ച് തന്റെ മുറപ്പെണ്ണിനെയും സ്വന്തമാക്കുന്നു. സൂപ്പർ, നല്ല കഥ. നിങ്ങളിൽ ആരായിരിക്കും ഈ സിനിമകൾ 3 പറയാൻ പോകുന്നത്? അശ്വതി ചേച്ചിക്ക് പിടുത്തം കിട്ടിയോ 3 സിനിമകളും? 3 കിട്ടിയിട്ടില്ല. ശരി, അങ്ങനെയാണ് ആദ്യം 2 അറിയാവുന്നവർ പറ. ചക്കരമുത്ത്, കുഞ്ഞളിയൻ. ചക്കരമുത്ത്, കുഞ്ഞളിയൻ കലക്കി കടുക് വറുത്തു. പറ. തിളക്കം, മീശമാധവൻ, യോദ്ധ. യോദ്ധ അതി ചക്കരമുത്ത്. അത് മുണ്ട് പറിക്കുന്നത് ചക്കരമുത്ത്, ദിലീപേട്ടന്റെ പടം. ദിലീപേട്ടനാന്നറിയാം, അത് അങ്ങനെയായി. അത് തിളക്കമാണ് ചക്കരമുത്തായത്. രണ്ടാമത്തേത് കുഞ്ഞളിയൻ. കുഞ്ഞളിയൻ ആ അളിയൻ മുറപ്പെണ്ണിനെ കെട്ടിന്നൊക്കെ പറഞ്ഞെടുത്താണ് പോയെന്നുള്ളതാണ്. അപ്പൊ ഇന്ദു പറഞ്ഞ ഉത്തരങ്ങളാണ് ശരി. തിളക്കം, മീശമാധവൻ, യോദ്ധ ശരി ഉത്തരവാണ്. ശരി ഉത്തരവാണ്. അപ്പൊ ഇന്ന് ആദ്യം പെർഫോം ചെയ്യുന്നത് ഇന്ദുവാണ്. ഹായ്, ഞാൻ ഇന്ദു. കലാകാരന്മാരുടെയും കലാകാരികളുടെയും സ്വന്തം നാടായ കൊല്ലത്തുനിന്ന് വരുന്നു. സത്യം പറയാമല്ലോ പിള്ളേരെ, കഴിഞ്ഞ 3-4 എപ്പിസോഡ് കഴിഞ്ഞതിന് ശേഷം ഭയങ്കര ദാരിദ്ര്യമാണേ. വീട്ടിലല്ല, കണ്ടന്റിന്. അങ്ങനെ ഞാനിങ്ങനെ കണ്ടന്റും ആലോചിച്ച് പറമ്പിക്കട തെക്ക് വടക്ക് തേരാപ്പാര നടന്നപ്പോൾ ഉണ്ടല്ലോ, നമ്മുടെ ന്യൂട്ടന്റെ തലയിൽ ആപ്പിള് വീണില്ലേ, അതുപോലെ എൻ്റെ തലയിൽ ഒന്നും വീണില്ലടേ. പിന്നെ ഒരു ഐഡിയ കിട്ടി, എന്നെക്കുറിച്ച് തന്നെ അങ്ങ് പറയാമെന്ന്. പിന്നെ ഒന്നും പറയണ്ട, എന്നെക്കുറിച്ചല്ലേ. ഇല്ല, പാവയ്ക്ക് കീ കൊടുത്താണൊക്കെ ഉണ്ടല്ലോ, ഞാൻ ചറപറ ഓടി നടന്നങ്ങ് എഴുതി. പിന്നെ ഒടുക്ക എഴുതിയിട്ടും തീരുന്നില്ല. അവസാനം ഇത് കണ്ടോണ്ട് വന്ന എൻ്റെ കെട്ടിയവൻ, എൻ്റെ മോളെ നീ അവിടെ നിന്ന് ഡാൻസ് കളിക്കുന്നതൊക്കെ കൊള്ളാം, ഉച്ചയ്ക്ക് കഴിക്കാൻ ഞാൻ പുറത്തുനിന്ന് ഫുഡ് വാങ്ങിച്ചു തരുമെന്ന് നീ വിചാരിക്കേ വേണ്ട, വേണമെങ്കിൽ അടുക്കളയിൽ കയറി ഉണ്ടാക്കിക്കോളാൻ.
അതോടുകൂടി എൻ്റെ കീ കൊടുത്തില്ല പാവ കാറ്റഴിച്ചു വിട്ട ബലൂൺ പോലായി. എന്നാലും ഞാൻ തോറ്റു കൊടുത്തില്ല. അപ്പം എന്നെ കുറിച്ച് പറഞ്ഞു തുടങ്ങുകയാണ് കേട്ടോ. അപ്പം നിങ്ങളാരും വിഷമിക്കേണ്ട, കൂട്ടത്തിൽ ഞാൻ നിങ്ങളെയും കൊണ്ടുപോകും. ഈ വിഷമൊക്കെ ഇട്ട് വന്നാൽ അതിനങ്ങ് നമുക്ക് 90കളിലേക്ക് പോകണം. എവിടെ? അല്ലാതെ മസനഗുടി വഴി ഊട്ടിക്കല്ല. അപ്പോൾ ഈ 90കളിൽ പോകുമ്പോൾ നിങ്ങളും എൻ്റെ ഒപ്പം വരണമെന്ന് പറഞ്ഞാൽ എന്തിനാണെന്നറിയാവോ? നിങ്ങളിപ്പോൾ ന്യൂജൻ ആൾക്കാരല്ലേ, നിങ്ങൾക്ക് എൻ്റെ ഒപ്പം വരാം, എനിക്ക് നിങ്ങളുടെ ഒപ്പവും വരാം. അതെങ്ങനെയാണെന്ന് നമുക്ക് വഴിയേ അറിയാം കേട്ടോ. അങ്ങനെയുണ്ട്. ഏകദേശം എന്നെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് എൻ്റെ അച്ഛനമ്മമാരെ കുറിച്ച് 2 വാക്ക്. എൻ്റെ അച്ഛൻ യൗവനം തുടങ്ങുന്നത് 40-ലാണെന്നാണല്ലോ പറയാറ് പൊതുവെ. അപ്പോൾ എൻ്റെ അച്ഛൻ 40 കഴിഞ്ഞ സമയത്താണ് കല്യാണത്തെക്കുറിച്ച് ചിന്തിച്ചത് തന്നെ. അതുകൊണ്ട് തന്നെ എൻ്റെ അമ്മയുടെ പ്രായം ഞാൻ പറയത്തില്ല കേട്ടോ. പുള്ളിക്കാരത്തി എന്നോട് പ്രത്യേകം പറഞ്ഞു വിട്ടായിരുന്നു പറയണ്ടെന്ന്. അപ്പോൾ അച്ഛൻ്റെ അമ്മയുടെയും കല്യാണത്തിന് വന്നവർക്കൊക്കെ ഭയങ്കര സങ്കടം. ഇത്രയും പ്രായമുള്ള മനുഷ്യനെ കൊണ്ട് എന്തിനാ പെങ്കൊച്ചിനെ കെട്ടിക്കുന്നതെന്ന്. ഇതിങ്ങനെ ചർച്ച നടന്നുകൊണ്ടിരിക്കുമ്പോഴാണെങ്കിൽ അവിടെ സദ്യയ്ക്ക് സമയമായി. എല്ലാവരും കൂടി ഇടിച്ചു തള്ളി അങ്ങോട്ട് പോയി. ഇലയിട്ടു, ഇഡ്ഡലി വന്നു, സാമ്പാർ വന്നു, വട വന്നു. അച്ഛനെ കുറിച്ചുള്ള ചർച്ച അതോടെ നിന്ന് നമ്മുടെ നാട്ടുകാരല്ലേ ഇഡ്ഡലിയെ സാമ്പാറിനെ കുറിച്ച് അങ്ങ് തുടങ്ങി. അവരവിടെ തുടങ്ങിക്കൊണ്ടിരുന്നു. അച്ഛനും അമ്മയെ കല്യാണം കഴിഞ്ഞ് വീട്ടിൽ പോയി. അങ്ങനെ വീട്ടിൽ ചെന്ന് ഏകദേശം അവർ സന്തോഷകരമായ ദാമ്പത്യമായിരുന്നു കേട്ടോ. ഒരു 2 വർഷം കഴിഞ്ഞിട്ടുണ്ടാവും. എൻ്റെ വീട്ടിൽ ആർക്കും മറക്കാൻ പറ്റാത്ത ദിവസം, എൻ്റെ ഒരു ഊഹം ശരിയാണെങ്കിൽ ജൂലൈ 23 തോന്നുന്നു കേട്ടോ. അന്നാണ് ഞാൻ ജനിച്ചത്. പക്ഷേ ഉണ്ടല്ലോ, ഇതിന് 1 വർഷം മുന്നേ എൻ്റെ ചേട്ടൻ ജനിച്ചായിരുന്നു. ആ ചട്ടിത്തലേന് ഈ കഥയിൽ വലിയ പ്രാധാന്യം ഇല്ലാത്തതുകൊണ്ടാണ് മുന്നേ പറയാഞ്ഞത്. ഈ ചട്ടിത്തലേന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കൊന്നും വേണ്ട. ഇവൻ്റെ ഹെയർ സ്റ്റൈൽ ഉണ്ടല്ലോ, ശരിക്കും പറഞ്ഞാൽ കറിച്ചട്ടി എടുത്ത് തലയിൽ കമത്തിയ പോലെ. അതുകൊണ്ട് പറഞ്ഞതാ. പക്ഷെ ഉണ്ടല്ലോ, എൻ്റെ അച്ഛനും അമ്മയും ഞങ്ങൾ സാമ്പത്തികമായിട്ട് അത്ര നല്ല ഫാമിലി അല്ലാത്തത് കൊണ്ടും ആദ്യത്തെ കുട്ടി ആണായതുകൊണ്ടും ഇനി രണ്ടാമതൊരു കുട്ടി വേണ്ടാന്ന് തീരുമാനിച്ചിരുന്നു. പക്ഷെ എന്തുകൊണ്ടാണെന്നറിയില്ല, എന്നെ പ്രഗ്നൻ്റായി 3 മാസം കഴിഞ്ഞപ്പോഴാണ് അമ്മ ആ സത്യം തിരിച്ചറിഞ്ഞത്. അമ്മ ആദ്യം ചെന്ന് പറഞ്ഞത് പാർക്കുട്ടി അമ്മയുടെ തൊട്ട് അപ്പുറത്തെ വീട്ടിലെ അമ്മ. അയ്യോ, എൻ്റെ മോളെന്തിനാ വിഷമിക്കുന്നത്? ഇപ്പോഴത്തെ സാമ്പത്തിക സ്ഥിതിക്ക് ഒരു കുഞ്ഞിനെ ഒന്നും വളർത്താൻ പറ്റില്ലെങ്കിൽ നമ്മക്ക് കപ്പയ്ക്ക ഉണ്ടല്ലോ, കപ്പയ്ക്ക ചിലയിടത്ത് ഓമയ്ക്കെന്നൊക്കെ പറയും കേട്ടോ, അതങ്ങ് പരീക്ഷിക്കാന്ന്. എൻ്റെ അമ്മ പിന്നെ അണ്ണാറക്കണ്ണം പറന്ന് പറയുന്നത് ചാടി ഇങ്ങനെ നടക്കുമല്ലോ, അതുപോലെ നാട്ടിക്കണ്ട കപ്പ മരത്തി മൊത്തം കയറി പഴുത്ത കപ്പയ്ക്ക, പച്ച കപ്പയ്ക്ക എല്ലാം തിന്ന്. ഒരു പ്രയോജനം ഉണ്ടായില്ല. അത് മാത്രമല്ല, ഈ പൊതുവെ പറയുമല്ലോ പ്രപഞ്ചത്തിൽ അമ്മയേക്കാൾ വലിയ പോരാളി മറ്റാരും ഇല്ലെന്ന്. വെറുതെയാണ് കേട്ടോ, എൻ്റെ അമ്മയെക്കാളും വലിയ പോരാളിയാണ് ഞാൻ. അതാണ് 9ാം മാസത്തിൽ ഇറങ്ങിയിട്ട് ഇപ്പം ചുറ്റായിട്ട് ഇവിടെ നിൽക്കുന്നത്. പിന്നെ അത് മാത്രമല്ല, അമ്മയ്ക്ക് എന്നെ വേണ്ടെന്നായിരുന്നല്ലോ. അപ്പം നമ്മുടെ വീടിൻ്റെ തൊട്ടപ്പുറത്തൊരു കാനഡക്കാരുടെ ഫാമിലി താമസിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരെന്നെ ദത്ത് ചോദിച്ചു. അവർക്ക് മക്കളില്ലല്ലോ, അതുകൊണ്ട് ദത്തെടുത്തോട്ടെന്ന് ചോദിച്ചു. രമേശ് ചേട്ടൻ്റെ ആകാംക്ഷ, ഇവള് കാനഡയിൽ പോയി രക്ഷപ്പെട്ടോ അതോ കാനഡക്കാർ ഇവളെ കൊണ്ടുപോകാതെ രക്ഷപ്പെട്ടോ എന്ന്. ചേട്ടാ എന്തായിരിക്കും സംഭവിച്ചിരിക്കുക? അവർക്ക് എന്നെ കൊടുത്തിട്ടുണ്ടാവില്ലേ? അവർ വേണ്ടെന്ന് വെച്ചാണ്. അതാണ് മനസ്സിലിരിപ്പതാ. അതുപോലെ തന്നെ അവരല്ല പക്ഷെ വേണ്ടെന്ന് വെച്ചത് എൻ്റെ അമ്മച്ചി, എൻ്റെ പൊന്നമ്മച്ചി തരുത്തില്ലെന്ന് പറഞ്ഞ് കൂട്ടത്തിലൊരു ഡയലോഗും, അതെ സാമ്പത്തികം ഒന്നും ഇല്ലെങ്കിലേ കാക്കയ്ക്കും തൻകുഞ്ഞ് പൊൻകുഞ്ഞല്ലേ എന്ന്. ഈ പൊൻകുഞ്ഞിനെ വളർത്തിയ കഥ നിങ്ങൾ കേൾക്കണം. അവിടെയാണ് നിങ്ങൾ ഞാനും തമ്മിലുള്ള വ്യത്യാസം വരാൻ പോകുന്നത്. നിങ്ങളൊക്കെ ജനിച്ച സമയത്തുണ്ടല്ലോ, നിങ്ങളുടെ അച്ഛനും അമ്മയൊക്കെ ഈ 28 കെട്ടുണ്ടല്ലോ, നൂലുകെട്ട്, ചരട് കെട്ട്, അങ്ങനത്തെ സംഭവം നിങ്ങളുടെയൊക്കെ വീട്ടിൽ അടിയായിരുന്നിരിക്കും. 1.5 പവൻ വേണോ, 2 പവൻ വേണോ, അങ്ങനെ. എൻ്റെ വീട്ടിലും സെയിം അടി. 1.5 വേണോ, 2 വേണോ. അച്ഛൻ 1.5 മതി, അമ്മ 2 വേണം. ഒടുവിൽ അച്ഛൻ തന്നെ ജയിച്ചു. 1.5 ആയിട്ട് അമ്മ അപ്പുറത്തെ കടയിൽ പോയി, ചേട്ടാ 1.5 രൂപയുടെ കറുത്ത ചരട് വാങ്ങിച്ചോണ്ട് വന്നത് പോട്ടടേ. എൻ്റെ 28-നാണോ 48-നാണോ ഇവർ ഉദ്ദേശിച്ചെന്നറിയത്തില്ല. ഇത് ആരേലും സൈസ് ആവുന്നില്ല. എൻ്റെ അമ്മയില്ലേ ഭയങ്കര ബുദ്ധിമതി. അശ്ശേല് കിടന്ന തോർത്തിങ്ങി വലിച്ചെടുത്തു, അതിൻ്റെ ബാക്കി കൂടെ നൂലെല്ലാം കൂടെ പറിച്ചെടുത്തു, അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു. ഓക്കെ, എങ്ങനെയുണ്ട്? പക്ഷേ ഉണ്ടല്ലോ, ചരടിട്ട് കഴിഞ്ഞിട്ട് ഇപ്പോഴത്തെ ഒരു ന്യൂജൻ പിള്ളേരുടെ ചെവിയിൽ, നിങ്ങളെ എത്ര പേരിൽ അത് പേരുണ്ടാവുമെന്ന് എനിക്കറിയില്ല, എന്നാലും ഇപ്പോഴത്തെ ന്യൂജൻ പിള്ളേരുടെ ചെവിയിൽ മെഹവിഷ് മിഷൂഷ്, ലിയാൻഡ്ര സയനോര സാനു അലക്സാണ്ടർ, ഫ്രെഡിനാൻഡ് ഫ്രെഡറിക്. എന്ത് ഷേക്സ്പിയറിന്റെ നാടകത്തിലെ ക്യാരക്ടർ അല്ല ഇപ്പോഴത്തെ പിള്ളേരുടെ പേര്. പക്ഷേ ഉണ്ടല്ലോ, ഈ 3-ാം മാസം ഒരു ചടങ്ങുണ്ട്. അത് നിങ്ങൾക്ക് ആർക്കും കിട്ടി കാണത്തില്ല, എനിക്ക് മാത്രമേ കിട്ടിയിട്ടുണ്ടാവൂ. എന്താന്നല്ലേ, 3-ാം മാസത്തിൽ കടം കയറിയിട്ട് എൻ്റെ വീടങ്ങ് വിറ്റ്, അത്രേ ഉള്ളു. പക്ഷെ വീട് വിറ്റതല്ല സംഭവം. അപ്പോഴും വന്ന് നമ്മുടെ പാർക്കുട്ടിയമ്മ, എന്താ ഈ കൊച്ചിന്റെ ജന്മസമയം ശരിയല്ല കേട്ടോ, നാള് ശരിയല്ല, അല്ലാതെ എൻ്റെ തന്തപ്പടി 7-8 കൊല്ലം മുന്നേ കടം വാങ്ങിച്ചുണ്ടാക്കിയാൽ അവർക്ക് ഒരു കുഴപ്പമില്ല, 3 മാസം മുന്നേ വന്ന എൻ്റെ കുഴപ്പമെന്ന്. പിന്നെ ഉണ്ടല്ലോ,
6-ാം മാസത്തിൽ ചോറൂണുണ്ട്, മുട്ടയടിക്കലുണ്ട്. അച്ഛനും അമ്മയും കൂടെ ഒരു ലിസ്റ്റ് അങ്ങിടും. തിരുപ്പതി, പളനി, ഗുരുവായൂർ, മൂകാംബിക, ആറ്റുകാൽ, ചോറ്റാനിക്കര. സത്യം പറഞ്ഞുണ്ടല്ലോ, ഇത് മക്കൾക്ക് ചോറ് കൊടുക്കാനാണോ അച്ഛനും അമ്മയ്ക്കും ടൂർ പോകാനാണോ എന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. അവിടെ എൻ്റെ അമ്മ വിജയിച്ചു. എങ്ങനെയാന്നല്ലേ, തൊട്ടപ്പുറത്ത് അമ്പലത്തിൽ സമൂഹ സദ്യ ഉണ്ടായിരുന്നു. അമ്മ പോയി ചോറ് വാങ്ങിച്ചുകൊണ്ട് വന്ന് സാമ്പാറുമായിട്ട് നാക്കേ തേച്ച് നൈസായിട്ട് എന്നെ അങ്ങ് തേച്ച് എവിടെയും പോയില്ല. പിന്നെ ഒരു കൊല്ലമായപ്പോൾ നിങ്ങളൊക്കെ ബർത്ത്ഡേക്ക് കേക്ക് മുറിച്ച് കാണും. ബാർബി ഡോള്, സ്പൈഡർമാന്, 5 തട്ട് 4 തട്ട്. അവിടെ എൻ്റെ അമ്മ വിട്ടുകൊടുത്തില്ല. ദേ വരുന്നു, പ്ലം കേക്ക് പോലും വാങ്ങിക്കാത്ത തള്ള മറ്റേ കിണ്ണത്തപ്പം ഉണ്ടല്ലോ, ആ സാധനം വാങ്ങിച്ചെന്നെ പറ്റിച്ചൂടെ. എന്തൊരു കഷ്ടമാണെന്ന് പറ. പക്ഷെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും അമ്മയ്ക്ക് എന്നെ ഭയങ്കര സ്നേഹമാണ്. ഒരു 3 വയസ്സ് വരെ ഉണ്ടല്ലോ എൻ്റെ അമ്മ ഏത് അമ്പലത്തിൽ പോയാലും എന്നെ ഒക്കത്ത് വെച്ചുകൊണ്ടേ പോകത്തുള്ളൂ. അത്രയ്ക്ക് സ്നേഹം. താഴെ വെച്ചാൽ ഉറുമ്പിരിക്കും, തലയെ വെച്ചാൽ പേനരിക്കും. പക്ഷെ കുറച്ച് വളർന്നപ്പോഴാണ് എനിക്ക് അതിൻ്റെ ഗുഡൻസ് മനസ്സിലായത്. കൊച്ചുങ്ങളെയും കൊണ്ട് ചെല്ലുന്നവർക്ക് സമൂഹ സദ്യക്ക് ക്യൂ വേണ്ട, മുമ്പേ കയറി ചെല്ലാം. പക്ഷെ ഉണ്ടല്ലോ, അത് പോട്ടെ, എൻ്റെ പൊന്നമ്മച്ചിയല്ലേ, ഞാൻ അങ്ങ് സഹിച്ച്. അമ്മ തിരിച്ചിങ്ങോട്ട് ഇറങ്ങി വരുമ്പോഴുണ്ടല്ലോ, ദേ ക്യൂവിൽ നിൽക്കുന്ന അമ്മയുടെ കൂട്ടുകാരി ശാന്ത ചേച്ചി, മഞ്ജു ചേച്ചി, സരള ചേച്ചി, ഇവർക്ക് ഓരോരുത്തർക്കും എന്നെ അങ്ങ് കൊടുക്കും, നിങ്ങൾ മുമ്പേ പോയി കഴിച്ചിട്ട് വരാൻ. അങ്ങനാണ് എൻ്റെ പൊന്നമ്മച്ചി. ഏകദേശം ഈ ബർത്ത്ഡേ ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴുണ്ടല്ലോ, ഒരു 3 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മളെന്തായാലും പഠിക്കാനൊക്കെ തുടങ്ങുമല്ലോ. ഇപ്പോഴത്തെ പിള്ളേരാണ് ഇംഗ്ലീഷ് മീഡിയത്തിലേ പഠിക്കൂ, അതും ആ ജില്ലയിലെ ഏറ്റവും മുന്തിയ സ്കൂളിൽ. അങ്ങനെ ഏകദേശം സത്യം പറഞ്ഞുണ്ടല്ലോ, ഈ ഗുരുവായൂർ അമ്പലത്തിലെ നിർമ്മാല്യം തൊഴാനുള്ള ക്യൂ കഴിഞ്ഞാൽ പിന്നെ ഞാൻ കണ്ടേക്കുന്നത് എൻ്റെ വീടിൻ്റെ അപ്പുറത്തൊരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളുണ്ട്. എൻ്റെ പൊന്നെ, പാതിരാത്രി 2 മണിക്ക് വന്ന് നിൽക്കും ഫോം വാങ്ങിക്കാൻ. ഉന്തി തള്ളിച്ചെന്നൊരു ഫോം കിട്ടിയാലാ ഇലക്ഷന് മത്സരിക്കാൻ സീറ്റ് കിട്ടിയ സന്തോഷം. എന്തിന്? എൻ്റെ അച്ഛൻ രാവിലെ റേഷൻ കടയിൽ പോകുമായിരുന്നേ. പോയ വഴിക്ക് മറ്റേ സർക്കാർ സ്കൂളിൻ്റെ വാതിൽ എത്തിയപ്പോൾ എന്നെ ഒരു തട്ട്. ഞാൻ ദയ കിടക്കുന്ന സർക്കാർ സ്കൂളിൻ്റെ മുറ്റത്ത് 1-ാം ക്ലാസ്സിലെ സീനിയർ ടീച്ചർ എൻ്റെ കൈ പിടിച്ച് പൊക്കിയെടുത്ത് 1-ൽ കൊണ്ടിരുത്തി. ഇനിയുണ്ട്, നിങ്ങളൊക്കെ ടിഫിൻ ബോക്സ് കൊണ്ടുപോകുമല്ലോ. അപ്പം നമ്മുടെ അപ്പുറത്ത് ഇപ്പോൾ ഒരു കൊച്ചുണ്ട്. അപ്പോൾ ഇവൻ പോകും സ്കൂളിൽ. ടിഫിൻ ബോക്സിൽ 4 ഐറ്റം, ചോറിൻ്റെ കൂടെ 4 ഐറ്റം കറി. എന്നിട്ട് ഈ പുള്ളിക്കാരത്തി എൻ്റെ വീട്ടിൽ വരും. എടി ഇന്ദു, നീ എന്തൊക്കെ ഉണ്ടാക്കിയടി? ഞാൻ പറഞ്ഞു, ചേച്ചി ഇങ്ങനെ 3-4 ഐറ്റം. എൻ്റെ വീട്ടിൽ നിന്ന് മേടിക്കും 4 ഐറ്റം. മൊത്തം 8 ഐറ്റം ആണ് ഈ ടിഫിൻ ബോക്സിൽ. ഇതും പോരാ. അപ്പം ഞാൻ ചോദിച്ചു, ചേച്ചി ഇതൊക്കെ പിള്ളേർ കഴിക്കും? എടി അതുകൊണ്ടല്ല, നമ്മൾ ഇത്രയും മുന്തി സ്കൂളിൽ പഠിക്കുമ്പോഴേ ഇത് തുറക്കുന്നത് എന്തായാലും ആയമാരായിരിക്കുമല്ലോ, കറിയൊക്കെ കുറവാണെങ്കിൽ മോശമല്ലേ എന്ന്. അപ്പം കുഞ്ഞ് തിന്നില്ലാലും വേണ്ടിയില്ല, ആയക്ക് കാണാൻ വേണ്ടിയാണ് ഇവരിത് കൊടുത്തു വിടുന്നത്. അതൊക്കെ എൻ്റെ വീട്ടുകാർ നിങ്ങൾ ആലോചിക്കണം. ഞാനൊക്കെ ഒന്നി പഠിക്കുമ്പോഴേ 1-ാം ക്ലാസ്സുകാർക്ക് ക്ലാസ് ഉച്ചയ്ക്ക് ശേഷവും 2-ാം ക്ലാസ്സുകാർക്ക് രാവിലെയാണ്. പക്ഷെ ഞാനുണ്ടല്ലോ, ഈ വീട്ടിലുള്ള ബാക്കി എൻ്റെ അച്ഛൻ, അമ്മ, ചേട്ടൻ ഇത് നിങ്ങളെ തീറ്റിപ്പോറ്റാൻ വേണ്ടിയുണ്ടല്ലോ, ഉച്ചയാകുമ്പോൾ എന്നെ മറ്റേ കഞ്ഞി ചരുവുണ്ടല്ലോ അതും തന്നു വിടും. ഞാൻ വേണം ഇവരെയും കൂടെ തീറ്റിക്കാൻ. എങ്ങനെയുണ്ട് ഇപ്പോൾ 8 കൂട്ടം കൊണ്ട് പിള്ളേരും കഞ്ഞി വാങ്ങിച്ചുകൊണ്ട് വന്ന ഞാനും. പക്ഷെ എൻ്റെ ഈ ദുഃഖം മനസ്സിലാക്കിയ കേരള സർക്കാർ തൊട്ടടുത്ത വർഷം മുതൽ രാവിലെ മുതൽ വൈകിട്ട് വരെ ക്ലാസ് വെച്ചു. ഞാൻ അങ്ങനെ അതിൽ നിന്ന് രക്ഷപ്പെട്ടു. ഇനിയിപ്പോൾ പഠിച്ച് അങ്ങ് 10-ാം ക്ലാസ്സിൽ ചെല്ലുമല്ലോ. 10-ാം ക്ലാസ്സിൽ ചെല്ലുമ്പം 10-ൽ ജയിക്കുമ്പോൾ ഇപ്പോഴത്തെ അച്ഛൻ്റെ അമ്മയുടെ വിചാരം ഏതാണ്ട് ലൈസൻസ് കിട്ടിയെന്നാ. അപ്പോഴേ പിള്ളേർക്ക് ബൈക്കങ്ങ് എടുത്തു കൊടുക്കും. അതൊക്കെ എൻ്റെ അച്ഛൻ, അച്ഛാ ഞാൻ 10-ൽ ജയിച്ചു, എനിക്ക് സൈക്കിള് വേണം. അച്ഛൻ നേരെ വേലിയിൽ പോയിട്ട് മറ്റേ പത്തൽ വെട്ടിക്കൊണ്ട് വന്ന്, അയ്യോ ഇത് പറഞ്ഞാൽ എന്നെ അടിക്കാനൊന്നുമല്ല, പിള്ളേരെ എൻ്റെ അച്ഛൻ അങ്ങനെയൊന്നും ചെയ്യത്തില്ല. കൊണ്ടുവന്നിട്ട് ഈ കമ്പിനെ ചെറുതാക്കി തൊട്ടപ്പുറത്ത് സൈക്കിൾ കടയിൽ പോയി ഒരു ടയർ വാങ്ങിച്ചു തന്നു. എൻ്റെ മോളെ നീ ഇത് ഒട്ടിച്ചാൽ മതി, സൈക്കിളിനെക്കാളും സ്പീഡും കിട്ടും, എൻ്റെ മോളുടെ ആരോഗ്യത്തിനും നല്ലതാണെന്ന്. പിന്നെ എൻ്റെ ഈ ഇത്രയും സ്കൂൾ ജീവിതത്തിനിടയിൽ എനിക്ക് മറക്കാൻ പറ്റാത്ത ഏറ്റവും സന്തോഷമുള്ള ഒരു ദിവസം എന്ന് പറയുന്നത് ദുഃഖ വെള്ളിയാഴ്ചയാണ്. അതെന്താ കാരണം എന്ന് വെച്ചാൽ എൻ്റെ കൂട്ടുകാരി മഞ്ജു ആണ്, പുള്ളിക്കാരത്തി ക്രിസ്ത്യനാണ് കേട്ടോ. അപ്പോൾ ഈ ദുഃഖവെള്ളി ആകുമ്പോൾ പറയും, എടി ഈസ്റ്ററാണ് വരുന്നത്, അങ്ങ് വീട്ടിൽ വരണേ. പിന്നല്ല, ആകെ കൂടി വർഷത്തിൽ ഒരു ദിവസമാണ് നല്ല ഫുഡ് കഴിക്കുന്നത്, നമ്മളത് മിസ് ചെയ്യുമോ? പോവും. അങ്ങനെ അതാണ് എൻ്റെ ഈസ്റ്റർ ഓർമ്മ. പക്ഷേ ഇപ്പോഴും ഈസ്റ്ററിനെ കുറിച്ച് ഓർമ്മിപ്പിക്കുന്ന ചില ആൾക്കാർ എൻ്റെ നാട്ടിലുണ്ട്. ഞാൻ ഇങ്ങോട്ട് പ്രോഗ്രാമിന് വരുമ്പോൾ എവിടെ പോന്ന്? ഞാൻ പറഞ്ഞു പ്രോഗ്രാമിന് പോന്നു. ചെല്ല് ഇപ്പം നാളെ സിനിമാ നടിയായിട്ട് വരുമെന്ന്. അപ്പം ഞാൻ ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു കേട്ടോ. ഇപ്പം ഞാൻ തിരിഞ്ഞു നിന്നിട്ട് പറയേ, അതെ ദുഃഖവെള്ളി ആണെങ്കിൽ, ഇന്ന് എൻ്റെ ദുഃഖവെള്ളി ആണെങ്കിൽ നാളെ കഴിഞ്ഞ ഈസ്റ്റർ വരുമല്ല, അതുപോലൊരു ഈസ്റ്റർ എനിക്ക് ഉണ്ടാകും കേട്ടോ. ഇന്ദു നന്നായിരുന്നു, താങ്ക് യു. കുറെ അധികം കാഷ്വൽ ആയിട്ട് പ്രസന്റ് ചെയ്ത പോലെ എനിക്ക് തോന്നി. പിന്നെ വീട്ടുകാരെ കുറിച്ചാണ് പറഞ്ഞത്, അവരെന്ത് പറയുന്നു ഞാൻ ചോദിക്കുന്നില്ല. ഓക്കെ ചേട്ടാ. ഇന്ദു നല്ല രസമുള്ള അവതരണമായിരുന്നു കേട്ടോ, ഗംഭീരമായിരുന്നു. താങ്ക് യു. ഞാൻ അങ്ങനെ ഇവിടെ വന്ന് കഥ പറഞ്ഞതിൽ ഏതെങ്കിലും ഒരാള്
വയറ്റിൽ കിടന്നപ്പോൾ തൊട്ട് 5 വയസ്സ് വരെയുള്ള സമയം കൊണ്ട് ഇത്രയും ദൈർഘ്യമുള്ള കണ്ടന്റ് ഉണ്ടാക്കിയതായിട്ട് എനിക്ക് ഓർമ്മയിലില്ല. ഇത്രയും കാലം കണ്ടതിനകത്ത് നമുക്കേ ഓർമ്മയില്ലാത്തൊരു കാലമാണത്. നമുക്ക് ഓർമ്മയില്ലല്ലോ 5 വയസ്സ് വരെയൊക്കെ എന്താ നടന്നതെന്ന് ചോദിച്ചാൽ നമുക്കൊരു ഓർമ്മയില്ല. അപ്പൊ താൻ ആ ഒരു പ്രദേശത്തുനിന്ന് വെറുതെ ഒരു ആ വയറ്റിൽ കിടന്ന് പപ്പായ തന്ന സമയം തൊട്ടങ്ങ് തുടങ്ങിയ ഒരു 5 വയസ്സ് വരെയുള്ള സമയത്തുനിന്ന് ഒരുപാട് തമാശകൾ ഗംഭീരമായിട്ട് കണ്ടെത്തി ഭംഗിയായിട്ട് അവതരിപ്പിച്ച് അതിൻ്റെ കുത്തും കോമയൊക്കെ കൃത്യമായിട്ടിട്ട് നല്ല രസമായിട്ട് അവതരിപ്പിച്ചു. എനിക്കങ്ങനെ പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും തോന്നിയില്ല. ഗംഭീരമായി. ഇന്ദു നല്ല ചന്തം. നല്ല ക്യാമറ ചേട്ടാ എന്നെ നോക്ക്. രാജേട്ടാ നിങ്ങൾ അല്ല എന്റെ കെട്ടിയോന്റെ അടുത്ത രാജേട്ടാ മനുഷ്യ നിങ്ങൾ കേട്ടല്ലോ നല്ല ചന്തമെന്ന് ഇട്ടിട്ടേ ഈ പുള്ളിക്കാരന്റെ അടുത്ത് ഞാൻ ചെന്ന് ചോദിച്ചു എങ്ങനെയുണ്ട്. ഓ പിന്നെ വലിയ മെനയൊന്നും ഇല്ലെന്ന്. എന്നിട്ട് അതും പറഞ്ഞിട്ട് പറയാം അല്ലെങ്കിൽ നിന്റെ തയ്യൽ ഈടായിട്ട് ശരിയാവുന്നില്ല, കഴുത്ത് ശരിയായില്ല, ഉടുപ്പിന് ഇറക്കം. അല്ല ഇത് സ്വന്തം തയ്ച്ചാണോ? വെരി നൈസ്. അപ്പൊ എക്സ്ട്രാ ചന്തം കേൾക്കുന്നുണ്ടല്ലോ രാജേട്ടാ അല്ലേ അല്ലെ ടെലികാസ്റ്റ്. ഇതേപോലെ ചന്തം ഉണ്ടായിരുന്നു ഇന്ദുവിന്റെ പെർഫോമൻസിനും. നല്ല രസമായിരുന്നു. എനിക്ക് തോന്നിയത് ഇന്ദു ഭയങ്കര ഫ്രീ ആയി, ഭയങ്കര ലൈറ്റായി, ഈസായി, ഭയങ്കര കൂളായിട്ട് മുമ്പുണ്ടായിരുന്ന ഒരു ടെൻഷനോ ഒന്നുമില്ലാതെ നമ്മളെല്ലാവരുമായിട്ട് പരിചയമായതിൻ്റെയും പിന്നെ ഇന്ദു ഈ ട്രാക്കിലേക്ക് വന്നതിൻ്റെ ഒക്കെ ഗുണം പെർഫോമൻസിലുണ്ടായിരുന്നു. നല്ല വിഷയമായിരുന്നു പറഞ്ഞത്. ഇതൊക്കെ ഞാനിവിടെ ആദ്യം എഴുതി വെച്ചെങ്കിൽ ഇതൊക്കെ ഇങ്ങനെ ഓർമ്മ പറഞ്ഞു തന്നതാ. തീർച്ചയായിട്ടും നമ്മുടെ വീടിന്റെ അടുത്തൊക്കെ അങ്ങനെ അല്ലെങ്കിൽ അമ്മമാരിങ്ങനെ ഓരോന്ന് പറഞ്ഞു തരുമല്ലോ, അവരൊക്കെ പറഞ്ഞത് കേട്ടിട്ടാണ് നമ്മൾ വളരെ. ഞാൻ ചോദിക്കുവേ അമ്മ ശരിക്കും കപ്പയ്ക്കാ തിന്നാ അല്ലടി എണ്ണയത്തുള്ള ചുമ്മാ പറയുന്നത് ഞാൻ കുങ്കുമപ്പൂവാ തിന്നേന്ന്. ഓ വെളുക്കാൻ, കുട്ടി വെളുക്കാൻ. അയ്യോടാ. എന്തായാലും വളരെ രസകരമായിരുന്നു. ഇനിയും ഇതുപോലുള്ള നമ്മൾ കേട്ടറിവുള്ള ഓർമ്മകൾ അത് നമ്മുടെ വാക്കിലൂടെ വരുമ്പോൾ അത് പ്രത്യേക രസമാണ്. എവിടെയും ഒരു മുടക്കോ ഒടക്കോ ഒന്നുമില്ലാതെ ഭംഗിയായിട്ട് ഇനിയും പെർഫോം ചെയ്യാൻ പറ്റട്ടെ. ഓൾ ദി ബെസ്റ്റ്. ഗ്രൂമേഴ്സ് ഒക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്തെന്ന് തോന്നണല്ലേ? ഒരുപാട് നല്ല രസമായി വരുന്നുണ്ട്. പഴയതിനൊക്കെ നന്നായി നല്ല ഫ്രീ ആയിട്ട് നല്ല കോൺഫിഡൻസ് ആയിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഈ സ്കൂളിലെ കഥകളൊക്കെ പറഞ്ഞില്ലേ, സർക്കാർ സ്കൂളിലെ കഥ, എന്തായാലും എനിക്ക് തോന്നണത് താത്തയുടെ പഴമനസ്സിൽ തോന്നണമെന്ന് അറിയില്ല, ഇപ്പോഴത്തെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ നല്ല നല്ല അനുഭവങ്ങൾ എനിക്ക് തോന്നുന്നത് സർക്കാർ സ്കൂളുകളിലാണ് ഉണ്ടാവാറ് അല്ലേ? അവിടുത്തെ ലൈഫും ഇവിടുത്തെ ലൈഫും തമ്മിൽ വ്യത്യാസമുണ്ട്. ഒരുപാട് ജീവിതാനുഭവങ്ങൾ ഉണ്ടാവും. എൻ്റെ മനസ്സിൽ തോന്നണത് ഇപ്പോൾ ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ ഒരു കൊച്ച് വഴിയിൽ നിൽക്കണം, അവളുടെ ചെരുപ്പിൻ്റെ വാറ് പൊട്ടി അവിടെ നിന്ന് നൊലോളിക്കുകയോ ചെയ്യുക. അതേസമയം സർക്കാർ സ്കൂളിലെ കൊച്ചാണെങ്കിൽ അപ്പം തന്നെ ഒരു പിന്നെടുത്ത് അത് വലിച്ചു കുത്തി അതിനുള്ളിൽ കുത്തി കയറ്റി അല്ലെങ്കിൽ ഒരു കോലെടുത്ത് കുത്തിയിട്ട് ആ ചെരുപ്പിട്ടുകൊണ്ടാണ് പോകും. അതാണ് അതിൻ്റെ ഒരു കോൺഫിഡൻസ് എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഞാനൊക്കെ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഈ സ്കൂളിൽ കറി തുറക്കണ സമയം പാത്രം തുറക്കണ സമയം പറഞ്ഞില്ലേ, ആ തുറക്കുമ്പോൾ ഈ മുള്ളം വറുത്തതായിരിക്കും വീട്ടിൽ നിന്ന് തന്നു വിടണേ. അപ്പം ആ പഞ്ചായത്തിലുള്ള ഉറുമ്പ് മുഴുവൻ ആ പാത്രത്തിലുണ്ടാവും. അപ്പം അങ്ങനെയൊക്കെ ഉള്ള അനുഭവങ്ങളൊക്കെ നമ്മളിലൂടെ കടന്നു വന്നിട്ടുണ്ട്. അപ്പം അങ്ങനെയൊക്കെ ഉള്ള സംഭവങ്ങളെല്ലാം കോർത്തിണക്കി നല്ല രസമായിരുന്നു. അപ്പൊ എന്തായാലും നമ്മുടെ ഇന്ദുവിന്റെ പെർഫോമൻസ് കലക്കി. There is a great deal of improvement. സൂപ്പർ ആയിട്ടുണ്ട്. നമുക്ക് മാർക്സ് കുറച്ച് കഴിഞ്ഞറിയാം. ഓൾ ദി ബെസ്റ്റ്. നമ്മുടെ അടുത്ത മത്സരാർത്ഥിയെ ഇതിലേക്ക് ക്ഷണിക്കുകയാണ്. ലെറ്റ്സ് വെൽക്കം അശ്വതി. നമസ്കാരം, ഞാൻ അശ്വതി, ദേശം കുന്നുംപുറത്ത് നിന്ന് വരുന്നു. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സുഖമായിരിക്കുന്നോ? നിങ്ങൾ സുഖമായിട്ടിരുന്നാലും ഇല്ലെങ്കിലും ഞാൻ സുഖമായിട്ടിരിക്കുന്നു. ഇപ്പം എല്ലാവരും അങ്ങനെയല്ലേ, അവരവരുടെ സുഖം മാത്രമല്ലേ നോക്കുന്നുള്ളൂ. ഞാൻ വെറുതെ പറഞ്ഞ കേട്ടോ, എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുന്ന എൻ്റെ ഇഷ്ടവും ആഗ്രഹവും. ഞാൻ പറയാൻ വന്നത് ഇതൊന്നുമല്ല കേട്ടോ. അഭിപ്രായ സ്വാതന്ത്ര്യം ഇത് നമുക്കെല്ലാവർക്കും ഉണ്ട്. പക്ഷേ ഇത് സ്ഥാനത്തും അസ്ഥാനത്തും കയറി പ്രയോഗിച്ചാലുണ്ടല്ലോ, കേൾക്കുന്നവൻ നമ്മുടെ മൂലസ്ഥാനം ഇടിച്ചു കലക്കും. അത് ഓർത്തിട്ട് വേണം പറയാൻ. ഇത് പറയുമ്പോൾ ഞങ്ങളുടെ നാട്ടിലൊരു അമ്മച്ചിയുണ്ട്. അമ്മച്ചിയെ ഞങ്ങളെല്ലാവരും കൂടെ രഹസ്യമായിട്ട് വിളിക്കുന്നത് അഭിപ്രായ സ്വാതന്ത്ര്യം എന്നാണ്. അതിനൊരു കാരണമുണ്ട്. അമ്മച്ചി ഉണ്ടല്ലോ, ഈ വായി പോയ കോളാരി പോലെയാ, എവിടെ കൊണ്ടിട്ട് അങ്ങോട്ട് വിട്ടു. അപ്പം ഞങ്ങളെല്ലാവരും എന്നിട്ട് ഒരു പറച്ചിലുണ്ട് അതിൻ്റെ കൂടെ, എനിക്കും ഇല്ല അഭിപ്രായ സ്വാതന്ത്ര്യമൊന്ന്. ഇങ്ങനെയാണ് അമ്മച്ചിക്ക് ആ പേര് വന്നത്. പക്ഷെ ശരിക്കുള്ള പേരെന്താണെന്നറിയോ? ദാക്ഷായണി. ഭൂലോക കെണിയാണ് കേട്ടോ. അമ്മച്ചിക്ക് ഒരു വിചാരമുണ്ട്, അമ്മച്ചിയാണ് ഏറ്റവും അറിവുള്ള ആള് ഞങ്ങളുടെ നാട്ടിലേന്ന്. അങ്ങനെയാണ് പുള്ളിക്കാരിയുടെ ഒരു വെയ്പ്പും. എവിടെ എന്ത് കാര്യം നടന്നാലും ഇങ്ങനെ മണത്ത് കണ്ടുപിടിക്കും ആള്. ഓടി അവിടെ ചെയ്യുകയും ചെല്ലും. ഈ അഭിപ്രായ സ്വാതന്ത്ര്യം അവിടെ കൊണ്ട് കുടഞ്ഞിടുകയും ചെയ്യും. ഞങ്ങളുടെ വീടിനടുത്തൊരു കൊച്ചേ 10ാം ക്ലാസ്സിൽ പഠിക്കുക.
അത് അവിടെ അങ്ങോട്ട് പണിക്ക് വന്നൊരു കോൺട്രാക്ടറോട് കൂടെ അങ്ങോട്ട് ഓടിപ്പോയി. ഈ അഭിപ്രായ സ്വാതന്ത്ര്യം കൊണ്ട് നേരെ അവരുടെ വീട്ടിൽ ചെന്നു. അവരുടെ വീട്ടിൽ ചെന്നിട്ട് അവരോട് ചോദിച്ചു, അല്ലേ നിങ്ങൾ എന്തോന്നാ ഈ മരിച്ച വീട്ടിൽ ചത്തോരി ഇരിക്കുന്ന പോലെ ഇരിക്കുന്നേ? അവൾ ജീവിക്കാനല്ലേ പോയത്, പിന്നെ നിങ്ങൾ എന്തോന്നാ ഇങ്ങനെ ഇരിക്കുന്നത്? അവൾ അങ്ങോട്ട് പോട്ടെ എന്ന്. ഒരു കണക്ക് ഓർത്താലേ അവൾ നിങ്ങൾക്ക് എത്ര രൂപയെ ലാഭിച്ചു തന്നതെന്ന് അറിയാമോ? അവൾ 10ല്ലേ പഠിക്കുന്നത്. പാസ്സായി കഴിഞ്ഞിട്ടാണെങ്കിൽ ഡിഗ്രിക്ക് പോകണമെങ്കിൽ എത്ര രൂപ കൊടുക്കണം? അത് കഴിഞ്ഞ് അവൾക്കൊരു ജോലി കിട്ടണമെങ്കിൽ എത്ര കൈക്കൂലി കൊടുക്കണം? ഇതെല്ലാം കഴിഞ്ഞിട്ട് അവളെ ഒന്ന് കല്യാണം കഴിച്ചു വിടണമെന്ന് വിചാരിച്ചോ? നിങ്ങൾക്ക് മാത്രമാണോ കാശ് നഷ്ടം ഉണ്ടാവണേ? നാട്ടുകാർക്കും ഇല്ലേ? കാരണം നിങ്ങൾ കല്യാണം വിളിക്കും എല്ലാവരും. ഇന്നത്തെ കാലം അനുസരിച്ച് ഒരു 500 രൂപ കൈ പിടിക്കാതെ പോകാൻ പറ്റുമോ? പെങ്കൊച്ചായതുകൊണ്ട് ഒരു 1000 രൂപ. ഇതെല്ലാം ലാഭിച്ചു തന്നില്ലേ അവള്? നിങ്ങളൊരു കാര്യം ചെയ്യേ, ഒരു 7-8 മാസം കഴിയുമ്പോൾ അങ്ങോട്ട് ചെന്നിട്ട് ഇങ്ങ് കൂട്ടിക്കൊണ്ട് വന്ന് പ്രസവമൊക്കെ കഴിഞ്ഞ് സന്തോഷമായിട്ട് ആ കുഞ്ഞിനെയും തള്ളി അങ്ങോട്ട് കൊണ്ടുനാക്ക് എന്ന്. ഇത് കേൾക്കുന്നവർ നമ്മളാണെങ്കിൽ എന്ത് ചെയ്യും? കയ്യില്ലാത്തൊരു പണത് വെച്ചടിക്കും അല്ലേ? ആണല്ലേ ചെയ്യാറുണ്ടാവുക. വേറൊരു ദിവസം ഉണ്ടല്ലോ, ഈ അമ്മച്ചിയുടെ ഭർത്താവ് കുഴഞ്ഞു വീണു. ആൾക്കാരെല്ലാം കൂടി ആശുപത്രി കൊണ്ടുപോയി. ആശുപത്രി കൊണ്ടുവന്നപ്പോഴത്തേക്കിനെ അവർ പറഞ്ഞു ബ്ലോക്ക് ഉണ്ടെന്ന്. അമ്മച്ചിക്ക് സന്തോഷമായി. ഓ, ഇനി അപേക്ഷയൊന്നും കൊടുക്കാൻ വണ്ടി കയറി അങ്ങോട്ട് പോകണ്ടല്ലോ എന്ന്. ഇതാണ് അമ്മച്ചിയുടെ വിവരം. ആലോചിച്ച് നോക്കിക്കേ. ഞങ്ങളൊക്കെ അമ്മച്ചിയെ കണ്ടു കഴിഞ്ഞപ്പോൾ മാറി നടക്കും. കാരണം ഇതെന്ത് പറയുമെന്ന് പറയാൻ പറ്റില്ല. ഈ നായി നടന്നാൽ ഫലവും ഇല്ല, നായിക്കിരിക്കാൻ നേരവും ഇല്ലെന്ന് പറഞ്ഞ പോലെയാ. ഞങ്ങൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിടാതെ പിടികൂടുമെന്ന്. ഞാനൊരു ദിവസം എൻ്റെ ഉമ്മർത്ത് നിൽക്കുമ്പോൾ മെല്ലെ വരുന്നു. ഞാൻ അങ്ങോട്ട് മാറാൻ നോക്കിയപ്പോൾ സമ്മതിച്ചില്ല, ഓടി എൻ്റെ അടുത്തെത്തി. എന്തൊക്കെയുണ്ട് മോളെ വിശേഷം? ആ സുഖമായിരിക്കണം അമ്മച്ചി, കുഴപ്പമൊന്നുമില്ല. ഉടനെ എന്നോട്, നീ എൻ്റെ വീട്ടിലെ കാര്യമൊന്നും ആലോചിച്ച് നോക്കിയേ. അമ്മച്ചിയുടെ വർത്താനം കേട്ടാ തോന്നി ഞാനേ ആലോചിക്കാൻ ഒരു കാര്യമില്ലാതെ ബോറടിച്ചിരിക്കുകയാണ്. എനിക്കെന്താ എൻ്റെ കാര്യം ആലോചിച്ചൂടെ? അമ്മച്ചിയുടെ വീട്ടിലെ കാര്യം പോയി ആലോചിക്കാണ്ട്. അപ്പോഴത്തേക്കിന് എനിക്ക് തോന്നി അടുത്തത് എന്താ വരിക എന്ന് നമുക്കറിയാൻ പറ്റില്ലല്ലോ. ഞാൻ പറഞ്ഞു, അമ്മച്ചി കൊച്ചുമോള് കോളേജിൽ പോയോ? ഇതിൻ്റെ വായിലിരിക്കുന്ന കേൾക്കാതിരിക്കാനാണ് ഞാൻ ചോദിച്ചത്. എൻ്റെ പൊന്നെ, ചോദിച്ചത് എൻ്റെ ഗതികേട്. അപ്പം തന്നെ വന്നില്ലേ മറുപടി. പോയിട്ടുണ്ട് രാവിലെ. 10-26 വയസ്സുള്ള പെങ്കൊച്ചാ. 1.5 വയസ്സിൽ തയ്പ്പിച്ച് ഉടുപ്പ് ഇട്ടുണ്ട്. ഈ കണ്ണാടിക്കുട്ടി പലഹാരം വെച്ചതുപോലെ കാശുള്ളവൻ വാങ്ങിച്ചു കഴിക്കും, അല്ലാത്തവൻ വെള്ളം ഇറക്കുമെന്ന്. ഓ, ചോദിച്ചു പോയല്ലോ എന്നായി എനിക്ക്. ഇങ്ങനെയുണ്ടല്ലോ. പിന്നെ ഒരു ദിവസം അമ്മച്ചിയുടെ വീട്ടിലേ അമ്മച്ചിയുടെ കൊച്ചുമോള് 10ാം ക്ലാസ് പാസ്സായി. അതെങ്ങനെ? ഫുൾ A+ വാങ്ങിച്ച് പാസ്സായി. മരുമോൾ എന്ത് ചെയ്ത് എല്ലാവരും കൂടെ വിളിച്ചൊരു പാർട്ടിയൊക്കെ കൂടെ നടത്തി ഗംഭീരമാക്കി. 2 ദിവസം കഴിഞ്ഞപ്പോൾ അമ്മച്ചി പോയി വയോജന ക്ലാസ്സിൽ പഠിക്കാൻ ചെന്ന് ചേർന്നു. അവിടുത്തെ ടീച്ചർക്ക് ഒരു വല്ലാത്ത സന്തോഷം. എന്താ, ആരും പറയാതെ തന്നെ ഇത്രയും പ്രായമുള്ള ഒരു അമ്മച്ചി പഠിക്കാൻ വന്നിരിക്കും, നമുക്ക് സന്തോഷമല്ലേ? തോന്നിയല്ലോ അങ്ങനെ. ടീച്ചർ സ്നേഹത്തോടെ ചോദിച്ചു, അമ്മച്ചി എന്താ അമ്മച്ചി ഇങ്ങനെ ഈ പ്രായത്തിൽ ഇങ്ങനെ പഠിക്കാൻ വരണമെന്ന് തോന്നിയത്? മോളെ, നിനക്കറിയാമോ, എൻ്റെ കൊച്ചുമോള് 10ാം ക്ലാസ് പാസ്സായി, ഫുള്ളും A+ വാങ്ങിച്ച്. എൻ്റെ മരുമോള് പാർട്ടി നടത്തി, എനിക്കൊരു തുള്ളി തന്നില്ല. ഞാനും പഠിക്കും, ഞാനും ജയിക്കും, ഞാനും വാങ്ങിക്കും ഫുള്ളും A+. ആ A+ മോളങ്ങട്ട് എനിക്ക് ആ ഫുള്ളിങ്ങി തന്നാൽ മതിയെന്ന്. ഇങ്ങനെ അമ്മച്ചി വല്ലാതെ അങ്ങ് കയറി പോവാണ്. ഒരു ദിവസം ഉണ്ടല്ലോ, 2-3 പേര് അമ്മച്ചിയുടെ വീട്ടിൽ വന്നു. അമ്മച്ചി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അമ്മച്ചിയോട് വന്നവർ പറഞ്ഞു, അമ്മച്ചി ഞങ്ങൾ സെൻസസ് എടുക്കാൻ വന്നതാ. അമ്മച്ചിയെ, അല്ലേ ഇതെന്തോന്ന് കഥ? എൻ്റെയൊക്കെ ചെറുപ്പകാലത്തെ പ്രസവം എടുക്കാൻ ആൾക്കാർ വീട്ടിൽ വന്ന് ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷെ ഇതൊക്കെ എടുക്കാൻ വരുമെന്ന് ഞാൻ ആദ്യമായിട്ട് അറിയാം. പിന്നെ നിങ്ങളൊരു കാര്യം ചെയ്യണം, ഇതൊന്നും എനിക്കില്ല, എൻ്റെ കൊച്ചുമോക്കും മരുമോക്കും ഉള്ള, അവരിവിടെ ഇല്ല, നിങ്ങൾ പോയിട്ട് അവരുള്ളപ്പോൾ വരാൻ. ഇതുപോലെ കുറേ കാര്യങ്ങളുണ്ട് ഈ അമ്മച്ചിയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ. അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മച്ചി അതങ്ങ് ദുർവിനിയോഗം ചെയ്യുവാണെന്ന്. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഈ അമ്മച്ചിയെ കാണുന്നില്ല കേട്ടോ. ഞാനൊരു അന്വേഷണം നടത്തി അമ്മച്ചി എവിടെയാണെന്ന്. അപ്പോഴാണ് അറിഞ്ഞത് അമ്മച്ചിയുടെ ഈ ഒടുക്കത്തെ അഭിപ്രായ സ്വാതന്ത്ര്യം കൊണ്ടുണ്ടല്ലോ നാട്ടുകാർ അവരുടെ സ്വാതന്ത്ര്യം അങ്ങ് പ്രയോഗിച്ചു പിടിച്ചു കൊണ്ടുപോയി ആശുപത്രി കൊണ്ടുവന്നിട്ടെന്ന്. ഇത് കേട്ടപ്പോഴേ എൻ്റെ ഉള്ളില് അമ്മച്ചിയോടുള്ള സ്നേഹമാണോ എന്താണെന്ന് അറിയില്ല, അഭിപ്രായ സ്വാതന്ത്ര്യം പുറത്ത് ചാടണോ വേണ്ടയോ എന്ന് പറഞ്ഞു നിന്ന്. പക്ഷെ ഞാൻ മിണ്ടിയില്ല. അല്ലെങ്കിൽ നമ്മൾ എന്തിനാ ഈ വേലിയായിരിക്കുന്നതിനടുത്ത് വേണ്ടാത്തടത്ത് വെക്കാൻ നിൽക്കുന്നത്? അശ്വതി ചേച്ചി, നല്ല രസമുള്ള ഒരു സ്ക്രിപ്റ്റ് കേട്ടോ. ഓക്കെ, അടിപൊളിയായിരുന്നു ചേട്ടാ. ഗംഭീരമായി, നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഇതിങ്ങനെ ഈ അശ്വതി ചേച്ചിയുടെ അവതരണം ഒരു വലിയ രസമുള്ള ഏരിയയാണ്. നമുക്ക് ഈ കണ്ണിങ്ങനെ പിടിച്ചെടുത്തോട്ട് ഇത്രയും പൊക്കുന്നിടം വരെ ആണല്ലോ സാധാരണ ഒരു എക്സ്പ്രഷൻ ഇടാനുള്ള സ്ഥലമുള്ളത്. ഞാൻ അവിടെ ചെന്ന് കൊടുത്തിട്ടത് വന്നു ഇങ്ങനെ അടച്ച് അങ്ങനെയുള്ള ഒരു പറച്ചിലാണ്. അത് നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഈ ഒളിച്ചോടിപ്പോയ വീട്ടിൽ പോയിട്ട് സമാധാനിപ്പിക്കൽ പാർട്ടി ഉണ്ടായിരുന്നല്ലോ, അത് കുഴപ്പമില്ല, നല്ലതാ വരുന്നത് എന്നൊക്കെ പറയുന്നത്. അങ്ങനെ ഒരു പാറമട ഉണ്ടായിരുന്നു, പെരുവാന്ന് പോയ സ്ഥലം, നമ്മുടെ അടുത്തുള്ള സ്ഥലമാണ്. അപ്പോൾ ഒരു പുതിയ ലോറി മേടിച്ചു, ഒരു ഫിലിപ്പോസ് ചേട്ടൻ ഒരു പുതിയ ലോറി മേടിച്ചിട്ട് 1 ലോഡ് കരിങ്കല്ലുമായിട്ട് ഫസ്റ്റ് ലോഡ് പോവുക.
പാറമടയിൽ നിന്ന് ഇങ്ങനെ കയറി വരുന്നത് റോഡിന്റെ ആ മടയുടെ സൈഡിൽ കൂടെ തന്നെയുള്ള ഒരു സ്ഥലത്തൂടെ വേണം കയറി വരാൻ. പുതിയ ലോറി ഒരു ലോഡ് കരിങ്കല്ലുമായിട്ട് ഒരു 10-35 അടി 40 അടി പോയപ്പോൾ അതിന്റെ സൈഡ് തെറ്റി ലോറി തിരിച്ച് മടയുടെ താഴത്തോട്ട് വീണു. ഒന്നും ആളപായം പറ്റിയില്ല, ബാക്കിലാണല്ലോ വെയിറ്റ്, കല്ലിന്റെ വെയിറ്റിന് നേരെ വന്ന് ബാക്ക് ഇടിച്ചാൽ ലോറി തവിട് പൊടിയായിട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ എല്ലാവരും വന്ന് JCB ഒക്കെ ഇത് മാറ്റാനൊക്കെ നിൽക്കുമ്പോൾ ഫിലിപ്പോസേട്ടൻ തലയ്ക്ക് കൈയും കൊടുത്ത് ഇങ്ങനെ ഇരിക്കുമ്പം ഫിലിപ്പോസേട്ടൻ്റെ ഷീറ്റൊക്കെ അടിക്കാൻ പോകുന്ന അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ ജോലി ചെയ്യുന്ന വേറൊരാളുണ്ട്. പുള്ളി വന്ന് പുല്ലിങ്ങനെ എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കണം നോക്കുമ്പം ഫിലിപ്പോസേട്ടൻ്റെ ഭാഗ്യം ഹെഡ്ലൈറ്റ് പൊട്ടിയിട്ടില്ല. കൈ കിട്ടിയ ഒരു 1.5 ഇഞ്ചിന്റെ മെറ്റിലെടുത്ത് ഒറ്റ ഏറും എടുത്ത് ഫിലിപ്പോസേട്ടൻ മുള്ളിക്കിട്ട്. അതുപോലെ ഇപ്പോൾ ഈ സമാധാനിപ്പിക്കല് എല്ലാ കഥകളും വളരെ നല്ലതായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു, ഗംഭീര അവതരണമായി കേട്ടോ. അശ്വതി ചേച്ചി ഗംഭീര പ്രസന്റേഷൻ, അടിപൊളിയായിരുന്നു. ഈ അമ്മൂമ്മേനെ എല്ലാവരും അമ്മൂമ്മേനെ ഏറ്റെടുത്തു എന്ന് തോന്നുന്നു. പിന്നെ അവസാനം അമ്മൂമ്മയ്ക്ക് അമ്മൂമ്മേനെ ഹോസ്പിറ്റലിൽ കൊണ്ടാക്കിയപ്പോൾ ഇവരൊക്കെ കൈയടിക്കുക ചെയ്തത്. ശരിക്കും പറയാ, സാധാരണ ഒരാൾക്ക് അങ്ങനെ ഒരു പ്രശ്നം വന്നാൽ നമ്മൾ അത് മെയിനായിട്ട് ചേച്ചി എടുത്ത ആ കോൺസെപ്റ്റിൻ്റെ അല്ലെങ്കിൽ ആ ഒരു കണ്ടന്റിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ആണ് അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. നമ്മൾ പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, നമുക്ക് ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ നമ്മുടെ ആർട്ടിക്കിളിലൊക്കെ ഉണ്ട്. പക്ഷേ സ്ഥാനത്ത് പറയണോ അസ്ഥാനത്ത് പറയണോ എന്നുള്ളത് നമ്മുടെ ഒരു വിവേക ബുദ്ധി കൂടി ഉപയോഗിക്കുക എന്നുള്ള റൈറ്റ് ഉണ്ടല്ലോ, അതിൽ ഉൾപ്പെടുന്നതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള അമ്മമ്മമാരെ പോലെയുള്ള ആൾക്കാരെ നമ്മൾ പല സ്ഥലത്തും കാണാറുണ്ട്. പക്ഷേ അവിടുന്ന് നമ്മൾക്ക് എന്തെടുക്കണം, നമുക്ക് എന്തെടുക്കണ്ടെന്ന് നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ ബ്യൂട്ടിഫുൾ ആവും. ചേച്ചിയുടെ ഈ പ്രസൻറ്റേഷൻ പോലെ ഷോർട്ട്, ക്രിസ്പ്, എല്ലാവരിലേക്കും എത്തുന്ന രീതിയിലുള്ള ഒരു പ്രസന്റേഷൻ നമുക്ക് ചെയ്യാൻ പറ്റുന്നു. മനസ്സിലായി? അടിപൊളി ചേച്ചി, ഐ ലവ് യു സോ മച്ച്. ഇവിടെ ഈ സ്കിറ്റ് നന്നാവണം എന്നുള്ള മനസ്സിലൊരു ആഗ്രഹം വന്നത് ആ ഉമ്മ കാരണ. ആദ്യത്തെ സ്കിറ്റ് നന്നായപ്പോൾ ഒരു ഉമ്മ കിട്ടിയല്ലോ, ഇനി രണ്ടാമത്തെ സ്കിറ്റ് നന്നായാലും അടുത്ത ഉമ്മ കിട്ടും എന്നുള്ള ഒരു ഇതുകൊണ്ടാണ് ആ സ്കിറ്റ് നന്നായത്. പിന്നെ ദേശം കുന്നുംപുറത്തുനിന്നല്ലേ വന്നെ. ദേശം എന്ന് പറയുമ്പോൾ ആലുവ അല്ലേ? ആലുവക്കാരൊക്കെ നല്ല ബുദ്ധിയുള്ള ആൾക്കാരാണ്, നല്ല കലാകാരന്മാരാണ്. പ്രത്യേകിച്ച് ചുണങ്ങംവേലി ഭാഗത്തുള്ളവർക്ക് ഭയങ്കര ബുദ്ധിയാ. അവിടെ ഈ ബുദ്ധിയുടെ അപാരത എന്ന് പറഞ്ഞ സ്ഥലം അവിടെയാണ്. അപാരത ഇനി അത് ഉപയോഗിക്കാമാവോ? അപാരത ഉപയോഗിക്കാം. അങ്ങനെയുള്ള ഒരു സ്ഥലത്തു നിന്നാണ് വന്നത്. അപ്പൊ അതിൻ്റെതായ ഒരു ഗുണമൊക്കെ ഉണ്ട്. പിന്നെ ടിനി ടോമിന്റെ നാട് ആലുവ. പിന്നെ അത്ര ബുദ്ധി ഉണ്ടാവൂലേ? ഇല്ലേ? പിന്നെ അപ്പൊ ഇനി പൂർത്തിയായി. അപ്പൊ എന്തായാലും നന്നായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു, നല്ല കോൺഫിഡൻസ് ആയിരുന്നു. പിന്നെ നല്ല ഫ്രീ ആയിട്ട് ചെയ്തു, എല്ലാ തമാശകളും ഏറ്റു. അല്ല രമേശ്, ഇതുപോലെ ഒരു സംഭവം നമ്മുടെ വീടിൻ്റെ അടുത്തൊരു ചേട്ടനുണ്ട്. ആ ചേട്ടന് എന്ത് വെറുതെ ഇരിക്കുമ്പോഴിങ്ങനെ ഇങ്ങനെ കാണിക്കും. വെറുതെ വർത്താനം പറയുമ്പോഴും ഇങ്ങനെ കാണിക്കും. അങ്ങനെ പുള്ളി ശരീരമൊക്കെ ഒന്ന് പുഷ്ടിപ്പെടുത്താണ്ട് ജിമ്മിൽ പോയപ്പോൾ ആശാനെ കാണാണ്ട് പുള്ളി ഒരു ദിവസം ഇങ്ങനെ കിടന്നിട്ട് ഈ സാധനം എടുത്ത് പൊക്കി. ഇങ്ങനെ പൊക്കിയ സമയത്ത് പുള്ളി ഇങ്ങനെ കാണിച്ചു. അപ്പോൾ അടുത്ത് വെച്ചാൽ ആൾ വിചാരിച്ചേ ഇതൊന്നും പുള്ളിക്ക് പോരാന്ന് വിചാരിച്ച് 2 റൗണ്ട് കയറ്റി കൊടുത്തു. പിന്നെയും പുള്ളി പിന്നെയും കയറ്റി കൊടുത്തു, പിന്നെ കയറ്റി കൊടുത്ത് അത് ഇടിഞ്ഞു പൊളിഞ്ഞ് നെഞ്ചത്തേക്ക് കൊടുത്തു. പിന്നെ അശ്വതി ചേച്ചി പാട്ട് പാടുമെന്നറിയാം, ഒരു 2 വരി പാട്ടായാലോ? പാട്ടിന് പകരം ഞാൻ 2 വരി കവിത ചൊല്ലാം. കാരണം ഈ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ അവിടെ ഒരു മഹാനായ കവി ഉണ്ടായിരുന്നു, എല്ലാവർക്കും അറിയായിരിക്കും, ശ്രീ NK ദേശം സാറ്. കഴിഞ്ഞ ആഴ്ചയിലാണ് മരണപ്പെടുകയുണ്ടായി. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു കവിത സ്മരണ എന്ന നിലയിൽ 2 ലൈൻ. അമ്പര ഗോപുര നടയിലൊരാന കൊമ്പനെ ഞാൻ കണ്ടേ, മുമ്പു മുതൽക്കേ ആനയിലിത്തിരി കമ്പമെനിക്കുണ്ടേ, മുമ്പിൽ തുമ്പു വളഞ്ഞു ഉളഞ്ഞും കൊമ്പുണ്ടേ, വളരെ ചെറുതാം കണ്ണുകളുണ്ടേ, വലിയൊരു വയറുണ്ടേ. ചേച്ചി ചക്കരപ്പന്തലിൽ പാടോ? അല്ലേ? വോയിസിന് പറ്റിയ ചക്കരപ്പന്തലിൽ തേന്മഴ ചൊരിയും ചക്രവർത്തി കുമാര, നിന്മനോരാജ്യത്തെ രാജകുമാരിയായി വന്നു നിൽക്കാനൊരു മോഹം,
ചക്കരപ്പന്തലിൽ തേൻമഴ ചൊരിയും ചക്രവർത്തി കുമാര. ഉറപ്പ്. അല്ല ഈ ചക്കര പന്തലിലേ ചക്കര കൊണ്ട് പന്തലുണ്ടാക്കി അതിനകത്ത് തേനൊക്കെ ഒഴിച്ചു കഴിഞ്ഞാൽ എന്ത് കുളമായിരിക്കും. അത് കണ്ടം മൂട്ടിയ മാതിരി ഇരിക്കും. അതിനകത്ത് ചക്രവർത്തി കുമാരാന്ന്. കുമാരൻ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ചക്രവർത്തി ഉണ്ടോ? ഈ വഴിയൊക്കെ എന്താ എന്താണ്? എന്താ മാവാ? യേശുമാവാ ചെല്ലു ചെല്ലു ചെല്ല. അല്ല, എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് ഈ ഫ്ലോറിൽ കുടിച്ചുകൊണ്ട് വരുന്നത്. കുടിച്ചോണ്ട് എന്തിനാണ് വരുന്നത്? വരാണ്ടിരുന്നൂടെ? ചിക്കു ചിക്കു. ഓ, ഇത് മറ്റേ നിന്നിഷ്ടം എന്നിഷ്ടത്തിന്റെ ക്ലൈമാക്സ് സീൻ ചെയ്യാൻ ചിക്കു എന്ന് വിളിക്കുന്നതല്ല. അല്ല, ചിക്കു ഷൈക്ക് കുറച്ച് കിട്ടുമോ? അമ്മാവ വളരെ ദേവനെ പിടിച്ചെടുപ്പിച്ചിട്ട് മകളെ നിങ്ങൾ എന്തുവാണ് അമ്മാവ? നമ്മൾ ഇത്രയും നാൾ ഇത്ര വർഷം 3-4 വർഷം വൺസ് അപ്പോൺ എ ടൈം ചെയ്തിട്ട് ഇതുവരെ ഇങ്ങനെ കള്ളു കുടിച്ചിട്ട് വരിക എന്ന് പറയുന്ന ഫ്ലോറില് വിഷു അങ്ങനെ സംഭവിച്ചു. ഞാൻ ഇതുവരെ അങ്ങനെ ചെയ്തിട്ട്. പക്ഷെ നമ്മുടെ ഓരോ മാനസിക സ്ഥിതി സംഘർഷങ്ങള് ഒക്കെ മനുഷ്യന് ഉണ്ടല്ലോ. നമുക്കൊക്കെ എന്തോരം സംഘർഷങ്ങളുണ്ട്. രചനയ്ക്ക് എന്ത് വിഷമമുണ്ട്? രചന ഒരു പെഗ് പോലും അടിക്കുന്നില്ലല്ലോ. രചനക്കറിയോ, എന്താ ഞാൻ കുടിച്ചാലും കുടിച്ചതായിട്ട് അഭിനയിക്കാൻ എനിക്കറിയില്ല. കുടിച്ചതായിട്ടൊന്നല്ല, പല ക്യാരക്ടറുകളും പ്രശ്നം. അഭിനയം ഇച്ചിരി പ്രശ്നമുണ്ട്, കുഴപ്പമില്ല. എന്നാലും അല്ല, ഇതാണ് എന്റെ വിഷമം. ഇപ്പി പറഞ്ഞില്ല അഭിനയിക്കാൻ അറിയില്ലെന്ന് പറഞ്ഞില്ലേ, അതാണ് എന്റെ വിഷമം. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കുടിച്ച്. അയ്യോ, ഇങ്ങനെ കലാകാരന്മാർ എത്ര പേര് ഇങ്ങനെ കുടിച്ച് നശിവമാവാ. നിങ്ങളൊരു നല്ല കലാകാരനാണ്, ഞാൻ തമാശ പറഞ്ഞല്ലേ. അതിനുവേണ്ടി ഇങ്ങനെ ഒരു ആൽക്കഹോളിക് ആയിട്ട് ഇങ്ങനെ വരാം. എന്റെ പറ്റിപ്പോയി വിഷാരടി, തരണം. ശരി, മാപ്പ് തന്നിരിക്കുന്നു. മാപ്പല്ല, പിന്നെ എനിക്കൊരു കുപ്പി വെള്ളം വേണം. കാരണം എന്റെ കൂട്ടുകാരനെ പോരും, അവനോടൊപ്പം ഇരുന്ന് അടിക്കാൻ വേണ്ടിയാ. രമേശേട്ടാ, നിങ്ങളാണ് ഇതിനൊക്കെ വളം വെച്ചു കൊടുക്കുന്നത്, ശരിയല്ല. വളമല്ലേ ചോദിച്ചത്? ആ, വളോട്ട് കൊടുക്കാൻ ഒരു തെങ്ങ. കാര്യം കൂടി പറഞ്ഞോട്ടെ. എക്സ്ക്യൂസ് മീ, എനിക്ക് വെള്ളം വേണം. താ 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 താ. എന്തിയാടാ താത്തനെ വിളിച്ചല്ല, നിങ്ങൾ ആര് വിളിക്കാൻ? ഓ വിചാരിച്ചാ അവിടുന്ന് നീ എന്നെ വിളിച്ചല്ലെങ്കിൽ വെക്കട്ടുകാരടുത്ത് ഇതിനെ വലിയ കുടിയെ കണ്ടേക്കണതാ ഞാൻ. ഞാൻ ആദ്യമായിട്ട് കുടിച്ചേക്കണേ, കുടിയനോട് അങ്ങനെ സംസാരിക്കാൻ പാടില്ല. ഒറ്റ ചവിട്ട് തന്നു കഴിഞ്ഞാടല്ലേ നീ തെറിച്ച് ക്യാമറയുടെ അപ്പുറത്ത് പോയി കിടക്കും. ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. വേണ്ടതെ പരാക്രമം സ്ത്രീകളോടല്ല വേണ്ടു. വേണ്ട, വകുപ്പ് വേറെയാണ്. ഒന്നും കൂടി ഞാൻ ചോദിച്ചോട്ടെ, എന്തിനാ വെള്ളം? എന്തിനാണ്? മൻസൂറിനോട് പറഞ്ഞിട്ട് കുറച്ച് ടച്ചിങ്സും കൂടി എന്തെങ്കിലും തരാൻ പറ. നിങ്ങൾ ആപ്പിളും മുന്തിരിയൊക്കെ തിന്നണ്ടായിരുന്നു, ഇന്ന് എന്തെങ്കിലും കുരുവൊക്കെ തരാൻ പറ. അത് ആപ്പിളും മുന്തിരി ഒന്നും അല്ല. ഫുട്പാത്തിൽ ഇട്ട് വെക്കുന്ന തണ്ണിമത്തന്നെ എടുത്ത് ആപ്പിളിന്റെ ഷേപ്പിൽ ആ മൻസൂർ മുറിച്ചോണ്ട് വരുന്നതാ. അപ്പൊ എന്റെ സുഹൃത്തിനെയും കൂടി ഞാൻ ചതിക്കുന്നതാവല്ലോ അത് കൊടുത്ത്. ഓക്കെ പോവാ. ഇല്ല ഒന്നും നടക്കില്ല, പോട്ടോ. ഫ്രിഡ്ജിലേ തണുത്ത വെള്ളം കുറച്ചെടുത്തുതാ, രാത്രിയിലൻ സുഹൃത്തുമായിട്ട് കുടിച്ചു മതിച്ചിടുവാ, കുറച്ചു ടച്ചിങ്സ് ഉണ്ടേലെടുത്തുതാ, രാത്രിയിലൻ സുഹൃത്തുമായിട്ട് കുടിച്ചു മതിച്ചിടുവാ, കുറച്ചു ടച്ചിങ്സ് ഉണ്ടേലെടുത്തുതാ. സന്ധ്യയാകുമ്പോഴെന്നുള്ളിൽ സ്മോൾ ജ്വരം ഒരു ചെറുതടിക്കാൻ കൊതിച്ചു എന്റുള്ളം, ദാ ഫ്രിഡ്ജിലേ തണുത്ത വെള്ളം കുറച്ചെടുത്തുതാ,
ഏതു ഫംഗ്ഷനായിരുന്നാലും അതിൽ സ്ഥിരം ചെറുപാമ്പ ഞാൻ മാറിടും പതിവാ. ദാ ഫ്രിഡ്ജിലെ തണുത്ത വെള്ളം കുറച്ചെടുത്തു താ. അങ്ങനെ ശരിക്കും രണ്ട് നല്ല രസകരമായ പെർഫോമൻസുകളാണ് നമ്മളിന്ന് കണ്ടത്. ദാറ്റ് ഓഫ് ഇന്ദു ആൻഡ് അശ്വതി ചേച്ചി. അപ്പോൾ ഇവരിൽ ആരാണ് ദ ബെസ്റ്റ് പെർഫോമർ എന്നറിയാനുള്ള സമയമായിരിക്കണോ? രമേശ് ഏട്ടാ, മാർക്സ് പറയോ? മാർക്സ് ഞാൻ രചനയും സത്യം പറഞ്ഞ ചുറ്റിപ്പോയി അല്ലേ രചന? ഓ അതെ 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 ഞങ്ങൾക്ക് ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഞാൻ ആദ്യം വന്നപ്പോ തീ പാറുമെന്ന് പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ തീ പാറും. ഒരു ഏറ്റക്കുറച്ചിലുകൾ ഇല്ലാത്ത പ്രകടനമാണ് നിങ്ങൾ കാഴ്ചവെക്കുന്നത്. എപ്പോഴും ഇവിടെ ഒരു ബെസ്റ്റ് പെർഫോമൻസ് 1, 2 എന്നുള്ള അവസ്ഥകളിലാണ് നമ്മൾ ഉണ്ടാവാറും കൊടുക്കാറുമെല്ലാം. വളരെ 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 ചുരുങ്ങിയ സാഹചര്യങ്ങൾ, പ്രത്യേക നിയമ ഭേദഗതികളോടെ മാത്രം നമ്മൾ ചില എപ്പിസോഡുകളിൽ ചിലരെ തുല്യരാക്കാറുണ്ട്. 100-ൽ 94 മാർക്ക് വീതം മേടിച്ചുകൊണ്ട് രണ്ടുപേരും ഇന്ന് ഒപ്പത്തിനൊപ്പം എത്തിയിരിക്കുകയാണ്. അപ്പൊ രണ്ടുപേർക്കും ഗോൾഡൻ എൻട്രി ലഭിച്ചിട്ടുണ്ട് കേട്ടോ. കൺഗ്രാറ്റുലേഷൻസ്. Once Upon a Time സീസൺ 4 മത്സരാർത്ഥികളെ കാത്തിരിക്കുന്നത് പറക്കാട് ജുവൽസ് നൽകുന്ന സമ്മാനം. സീസൺ 4 is exclusively for ladies. അപ്പോൾ നമ്മുടെ ഈ ഷോയിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്ന സ്ത്രീരത്നങ്ങൾ funsupon8time@gmail.com നിങ്ങളുടെ ഡീറ്റെയിൽസ് മെയിൽ ചെയ്യുക. അതോടൊപ്പം താഴെ കാണുന്ന നമ്പറിലും നിങ്ങൾ ഡീറ്റെയിൽസ് അറിയിക്കുക. അങ്ങനെ Once Upon a Time സീസൺ 4 മറ്റൊരു വളരെ മനോഹരമായ എപ്പിസോഡ് കൂടി പൂർണ്ണമാവുകയാണ്. നമുക്ക് എല്ലാവർക്കും വീണ്ടും കാണാം. അതുവരേക്കും ബൈ.